ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ഇപ്പോൾ നോ കോണ്ടാക്റ്റിലായിരിക്കും എങ്കിൽ കൂടിയും ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്ന നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളുടെ ലവ് ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എത്രയും പെട്ടെന്ന് അധികം താമസിക്കാതെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് മീ. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ലഭിക്കണമേ. പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള റീഡിങ് ലഭിക്കണമേ. എൻ്റെ വ്യൂസിനെ എത്രയും സമാധാനത്തിൽ കൊണ്ടുപോകാൻ കഴിയണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. അവരെ പോസിറ്റീവ് ആക്കി വെക്കാൻ കഴിയണമേ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അവരുടെ ലൈഫിലേക്ക് വരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണ്, അവരുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ട് വരുന്ന കാര്യം എന്താണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അവരുടെ ലവ് ലൈഫിൽ, അവരുടെ റിലേഷൻഷിപ്പിൽ, അവരുടെ പേഴ്സണുമായിട്ടുള്ള നോ കോണ്ടാക്റ്റിലാണെങ്കിൽ പോലും അവരുടെ റിലേഷനിൽ എത്രയും പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് കാര്യങ്ങളാണ് എൻ്റെ വ്യൂസിൻ്റെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്, ലവ് റിലേഷനിൽ വരാൻ പോകുന്ന കാരണങ്ങൾ എന്തെല്ലാമാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്, പേഴ്സണെ പ്രതി സംഭവിക്കാൻ പോകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തൊക്കെ കാരണങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തൊക്കെ കാരണങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഹോളി സ്പിരിറ്റ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്തെല്ലാം കാരണങ്ങളാണ്, ഈ റിലേഷനിൽ സംഭവിക്കാൻ പോകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഈ റിലേഷനിൽ സംഭവിക്കാൻ പോകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എത്രയും പെട്ടെന്ന് സംഭവിക്കാൻ പോവുകയാണ്. ദ നൈറ്റ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്രയും സ്പീഡിനാണ് വരാൻ പോകുന്നത്, എത്രയും സ്പീഡിനാണ് വരാൻ പോകുന്നത്. ഓക്കെ, സോഡാണ് വന്നിരിക്കുന്നത്. ഡേ ടു ഡേയിൽ സംഭവിക്കേണ്ട കാര്യമാണ് വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഓഫർ, ഇത്രയും നാൾ നിങ്ങൾ കൊടുത്തിരുന്ന ഓഫർ നിങ്ങളുടെ പേഴ്സൺ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഓഫർ സ്വീകരിക്കാനുള്ള ഒരു മനസ്സിലേക്കാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് വരുന്നത്. കണ്ടോ, ഓഫർ കപ്പിൻ്റെ എനർജികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അടുത്തത് 3 ഓഫ് കപ്പ്, 4 ഓഫ് കപ്പ്, പേജ് ഓഫ് കപ്പ്, 3 ഓഫ് കപ്പ്. ഇതാണ്ട് എനിക്ക് വയ്യ, 4 ഓഫ് വാണ്ട്. ഫുള്ള് കപ്പുകളാണ്, കപ്പുകളുടെ എനർജി. പോസിറ്റീവ് ചോദിച്ചു, പോസിറ്റീവ് മാത്രമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ എത്രയും പെട്ടെന്ന് ക്ലെയിം ചെയ്തോളൂ. യൂണിവേഴ്സ് മദറിന് താങ്ക്സ് പറഞ്ഞോളൂ. എത്രയും പെട്ടെന്ന് ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണിത് വന്നിരിക്കുന്നത്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഏത് ഓഫറാണോ ആ ഓഫറിനെ നിരസിച്ച വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ, ആ വ്യക്തി നിങ്ങളുടെ ഓഫറിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഒരു ന്യൂ ബിഗിനിങ് അവർ തയ്യാറായിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് അവർ വരികയാണ്. ഓക്കെ, ഒരു വലിയ ഹാപ്പി സക്സസ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു പാർട്ടി, ഓക്കെ, ജീവിതത്തിലൊരു സന്തോഷം, ഒരു ഉത്സവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങളുടെ പേഴ്സണും പ്രതി എടുത്തിരിക്കുന്ന കാർഡാണ്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. റീയൂണിയനാണ് വരുന്നത്, റീയൂണിയൻ. ഓക്കെ, ഒരു സെലിബ്രേഷൻ, വീണ്ടും സെലിബ്രേഷനാണ്. എൻജോയ് ചെയ്യുകയാണ്. ഹാർമണി, എല്ലാം നിങ്ങൾക്ക്, എല്ലാ അനുഗ്രഹങ്ങളും ഓക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്നിലധികം ആൾക്കാർ നിങ്ങളുടെ സന്തോഷത്തിലേക്ക് പങ്കുചേരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് 2 ഓഫ് കപ്പ്, നിറഞ്ഞൊഴുകുന്ന സ്നേഹം. ഓക്കെ, ഗിവ് ആൻഡ് ടേക്ക്. ഇത്രയും നാൾ നിങ്ങൾക്ക് സ്നേഹം തരാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ എത്രയാണോ തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കും തിരിച്ചു ലഭിക്കും. ഓക്കെ, ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, അൺകണ്ടീഷണൽ ലവ് ആണ്, ഗിവ് ആൻഡ് ടേക്ക്. ഓക്കെ, നിങ്ങളുടെ ലവ് ലൈഫിൽ, നിങ്ങളുടെ റിലേഷനിൽ ഒരു സ്ട്രെങ്ത് വരാൻ പോവുകയാണ്.
അൺകണ്ടീഷണലായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുടെ ലൈഫ് ഉറച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനി ഒരിക്കലും അതിനൊരു പാളിച്ചകളും വരാത്ത വണ്ണം തന്നെ യൂണിവേഴ്സ് അതിനെ ബ്ലസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ പോസിറ്റീവ് എനർജിയാണ് എല്ലാത്തിനും കാരണം. നിങ്ങളുടെ സെൽഫ് ലവ് ആണ്. നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്തതാണ്. കരഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ മാറി സെൽഫ് ലവ് ചെയ്തവർക്കാണ് ഈ എനർജി റെസനേറ്റ് ആകുന്നത്. തീർച്ചയായിട്ടും ഈ യൂണിവേഴ്സിൽ നിന്ന് ലഭിച്ച മെസ്സേജാണ്. നിങ്ങളിത് ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. അടുത്തത് ചാരിയേറ്റാണ് വന്നിരിക്കുന്നത്. 7 നമ്പറാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 4, 3, 4 വീണ്ടും ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത്. 2 ഫെബ്രുവരി, ഏപ്രിൽ, മാർച്ച്, ഓക്കെ. 7 വന്നിട്ടുണ്ട്, ജൂലൈ, ഓക്കെ. നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇത്രയും സ്പീഡിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരുപാട് സ്പീഡോടുകൂടി വരെയാണ്. സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സിന് നന്ദി പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനർജി ഉണ്ടെങ്കിൽ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനർജിയിലായിരുന്നു നിങ്ങളുടെ ലൈഫ് ഇതുവരെയും സഞ്ചരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അതിൽ എല്ലാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇനി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇതുവരെയും സംഭവിച്ചതെല്ലാം വിട്ടുകൊണ്ട് അതെല്ലാം പുറകിലോട്ട് തള്ളിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന നന്മ തിന്മകളും അല്ലെങ്കിൽ ഉണ്ടായ നെഗറ്റീവ് പോസിറ്റീവുകളും എല്ലാം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ ആക്ഷൻ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ കാത്തിരിപ്പിന് നിങ്ങൾ കാത്തിരുന്നതിന് ഒരവസാനം വന്നിരിക്കുകയാണ്. 2 ഓഫ് വാൻഡ്സ്. നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു അവസാനം വരികയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു ട്രാവൽ തന്നെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ചാരിയേറ്റും ട്രാവലാണ്. നൈറ്റ് ഓഫ് സോഡും ട്രാവലാണ്. ഓക്കെ, നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് റീച്ച് ഔട്ട് ആവും. 2 സിറ്റുവേഷനിലായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മറികടന്ന് നിങ്ങളെ തന്നെ സെലക്ട് ചെയ്ത് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 7 ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. ഒരു ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതുവരെയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ ഒന്നും ചെയ്യാൻ തയ്യാറായിരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു അബണ്ടനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഇതുവരെയും നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന എന്താണോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 100 മേനിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലഭിക്കാൻ പോകുന്നത്. അടുത്ത നോക്കാം. The 3 of Pentacles, please guide me, Mother Universe, please guide me. The 3 of Pentacles, please guide me, Mother Universe, please guide me. 3 of Pentacles 2 of Cup ആണ് വന്നിരിക്കുന്നത്. 2 of Cup 3 of Wands ആണ് വന്നിരിക്കുന്നത്. എന്താണോ പ്ലാൻ ചെയ്തത് അത് സക്സസ് ആയിരിക്കുകയാണ്. നിങ്ങളിലേക്ക് വരണം എന്നുള്ള പ്ലാനിങ് നടത്തിയിരുന്നു, അത് സക്സസ് ആയിരിക്കുന്നു. 2 ഓഫ് കപ്പ് വീണ്ടും വന്നിരിക്കുന്നത്. 2 പ്രാവശ്യം 2 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്. നിങ്ങളോട് ഇപ്പോൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഓറ രണ്ടും ഒന്നായിരിക്കുന്നു. നിങ്ങളുടെ സോളുകൾ രണ്ടും ഒന്നായിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ ഓറ പവർ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് അടുപ്പിച്ചിരിക്കുകയാണ്. കാരണം നിങ്ങളിപ്പോൾ പോസിറ്റീവായിരിക്കുന്നു. ഈ പോസിറ്റീവായിരിക്കുന്ന ആൾക്കാർക്കുള്ള എനർജിയാണ്. നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് പേഴ്സണെ തള്ളി പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടോ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഇത് റെസനേറ്റ് ആകത്തില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ റീഡിങ് മാത്രമാണിത്. ഇതിൽ എന്തായിരുന്നാലും അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ആണ്. നിങ്ങളുടെ ഓറ നിങ്ങളുടെ സോള് അവിടെ മീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെയും കാര്യങ്ങളാണ് അതിൽ മീറ്റായിരിക്കുന്നത്. നിങ്ങളുടെ സോളുകളാണ് ഒന്നായിരിക്കുന്നത്. നിങ്ങളുടെ സോളുകൾ പ്രണയത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. 2 കപ്പും നിറഞ്ഞ് ഒഴുകുകയാണ് നിങ്ങളുടെ സ്നേഹം. ഓക്കെ, എന്ത് സിറ്റുവേഷനിലായിരുന്നോ അവർ മറ്റ് സിറ്റുവേഷനിലെല്ലാം നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ട് നിന്നിരുന്നെങ്കിൽ ഇപ്പം നിങ്ങളെ സെലക്ട് ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടി ഇവിടെയും ഒരു ആക്ഷനാണ് വന്നിരിക്കുന്നത്. ട്രാവലാണ് വന്നിരിക്കുന്നത്. പ്ലാനിങ് ആണ്. നിങ്ങളിലേക്ക് എങ്ങനെ എത്തുക എന്നുള്ള പ്ലാനിങ്. ചില വ്യക്തികൾക്ക് പ്ലാനിങ് നടക്കുന്നു. ചില വ്യക്തികൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു വണ്ടി പോകുന്നതിൻ്റെ സ്പീഡ് സൗണ്ട് ഇതിൽ കേട്ടു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് പോസിറ്റീവ് എനർജികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
ഇവിടെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ബൈക്ക് വളരെ ശബ്ദത്തോടു കൂടി പോകുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം പോസിറ്റീവ് എനർജിയാണ്. നിമിത്തങ്ങളെല്ലാം പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ വരുമോ വരില്ലേ എന്നുള്ള 2 മൈൻഡിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പിച്ച് നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഓക്കെ, 2 ഓഫ് പെൻഡിക്കിൾ. എന്തെങ്കിലും വിഷയത്തിൽ ഇവിടെയും 2 ഓഫ് പെൻഡിക്കിളാണ് വന്നിട്ടുള്ളത്. എന്തെങ്കിലും വിഷയത്തിൽ ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹമോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കർത്തവ്യങ്ങളോ അവരുടെ ലൈഫിലുണ്ടായിരുന്ന ജോലിയോ അല്ലെങ്കിൽ പേരൻസിനുമായിട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ വീട്ടിലെ ആരെങ്കിലും രോഗികളായിട്ടിരിക്കുന്നു അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുള്ളതോ എന്തെങ്കിലും ടൈമിങ്ങോ എന്തെങ്കിലും ബാലൻസിങ് ഇല്ലാതെ നിങ്ങളുടെ റിലേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ബാലൻസിങ്ങിലേക്ക് വരികയാണ്. ഓക്കെ, 2 ഓഫ് കപ്പിനെ കൂടെ ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഒരു ചെറിയ റീഡിംഗ് ആണ്, ഇത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 2 ഓഫ് കപ്പ് ഞാൻ എത്ര ചെറുതിലോട്ട് കൊണ്ടുവന്നിരുന്നാലും ജഡ്ജിമെൻ്റാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ വ്യക്തിയെ ഓർത്തിട്ട് നിങ്ങളുടെ പേഴ്സണെ ഓർത്ത് കരയാൻ നിങ്ങൾക്ക് ഇടയായിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് നീതി തരുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ്. ഇത്രയും നാൾ നിങ്ങളെ വേദനിപ്പിച്ചതിൽ നിങ്ങൾക്ക് നീതി നൽകണമെന്നും നിങ്ങൾക്ക് നീതി കൊടുക്കണമെന്ന് അവർ വിചാരിക്കുകയാണ്. യൂണിവേഴ്സിൻ്റെ ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സണ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇതിനെല്ലാത്തിനും കാരണം. എല്ലാ കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നൈറ്റ് ഓഫ് സോഡിനെ കൂടി നമുക്കൊന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് നൈറ്റ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇതുവരെ അവർ ഹെർമിറ്റിലായിരുന്നു. കാരണം എന്താണ് അടുത്ത ആക്ഷൻ എടുക്കേണ്ടത്, നിങ്ങളിലേക്ക് എങ്ങനെ റീച്ച് ഔട്ട് ആകണം, ഇതുവരെ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കി അവർ യൂണിവേഴ്സിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള എനർജികളെല്ലാം നേടിയെടുത്ത് ഇപ്പം അവർക്ക് ഇതുപോലെ ഒരു ഗൈഡൻസും കാര്യങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ടായിരിക്കാം. എന്തൊക്കെ തന്നെയായിരുന്നാലും നിങ്ങളിലേക്ക് ഇത്രയും നാൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു, ലൈഫിനെ കുറിച്ച് ചിന്തിച്ചു, ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുതിച്ച് വന്നും കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇത് ഓവറോൾ എനർജി വന്നിരിക്കുന്നത് തന്നെ ഡെത്താണ് വന്നിരിക്കുന്നത്. ഡെത്ത് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെയിന് ഡെത്തായി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷൻ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്. അത് തന്നെയാണ് ഇവിടെ എല്ലാവരും ചാരിയറ്റും നൈറ്റ് ഓഫ് സോഡും ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ എനർജി നോക്കണോ? നിങ്ങളുടെ എനർജിയും കൂടി നോക്കാം. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജി എന്താണ്? ഈ ഒരു ടൈമിൽ വ്യൂവേഴ്സിൻ്റെ എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് എനർജിയിലാണ് വ്യൂവേഴ്സ് ഇരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ കാണുന്ന സമയത്ത് എന്ത് എനർജിയിലാണ് എൻ്റെ വ്യൂവേഴ്സ് ഇരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് എനർജിയിലാണ് എൻ്റെ വ്യൂവേഴ്സ് ഇരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് എനർജിയിലാണ് ഇരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് എനർജിയിലാണ് വ്യൂവേഴ്സ് ഇരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഈ വീഡിയോ കാണുന്നത് എന്ത് എനർജിയിലാണ് ഇരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളൊരു ജയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഒരു സക്സസ്സിന് വേണ്ടി, നിങ്ങളൊരു ജയത്തിന് വേണ്ടി, നിങ്ങൾ എന്ത് കാര്യത്തിനാണോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഇട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ജയത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. നിങ്ങളും ചാരിയേറ്റാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിയെങ്കിൽ എന്നും പറഞ്ഞാണ് നിങ്ങളിരിക്കുന്നത്. കാരണം ഇവിടെ വന്നിരിക്കുന്നതും ചാരിയേറ്റ്. നിങ്ങളുടെ പേഴ്സൺ അവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നിങ്ങളിവിടെ വണ്ടിയെ സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നെങ്കിൽ എന്ന് ചിന്തിച്ചിരിക്കുന്ന വ്യക്തികളിലേക്കാണ് ഈ എനർജി റെസനേറ്റ് ആകുന്നത്. ഓക്കെ,
നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് എൻ്റെ പേഴ്സൺ എത്രയും പെട്ടെന്ന് എന്നിലേക്ക് വരണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്ന വ്യക്തികളിലേക്കാണ് ഈ എനർജീസ് റെസനേറ്റ് ആകുന്നത്. കാരണം ഈ റീഡിങ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ റീഡിങ് കാണുമ്പോൾ തന്നെ എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വരണേ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു റീഡിങ് തന്നെ ഓപ്പൺ ആക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഈ ഒരു റീഡിങ് റെസനേറ്റ് ആകുന്നത്. നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി കാത്തിരിക്കണം. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ എപ്പോഴാണ് വരുന്നത്? നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. നിങ്ങളുടെ പേഴ്സണെ തന്നെ നോക്കിയിരിക്കുകയാണ്. കിങ് ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത്. സ്കോർപിയോ സജിറ്റേറിയസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫയർ എനർജിയാണ്. ക്യാൻസർ, വാട്ടർ സൈൻ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, 7 നമ്പറാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെ നമ്പർ വന്ന്? 2 നമ്പർ വന്നിട്ടുണ്ട്, 9 നമ്പർ വന്നിട്ടുണ്ട്. ഓക്കെ, 3 നമ്പർ വന്നിട്ടുണ്ട്, 2 ആവർത്തിച്ച് വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്. ഓക്കെ, ഏരീസ് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നിങ്ങളുടെ റീഡിങ്. അപ്പം നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ വന്നാൽ ഉടൻ തന്നെ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, മറ്റുള്ളവർക്കും അതൊരു പോസിറ്റീവ് ആകും. കാരണം നിങ്ങൾ പോസിറ്റീവ് ഇങ്ങനെ തന്നെ മെസ്സേജ് അയയ്ക്കുക. നിങ്ങളുടെ പേഴ്സൺ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിന് യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുക, നിങ്ങൾ പോസിറ്റീവ് ആയതുകൊണ്ട്, നിങ്ങൾ സെൽഫ് ലവ് ചെയ്തതുകൊണ്ട്, ആ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ആയതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ റീച്ച് ഔട്ട് നിങ്ങളിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് എഴുതങ്ങുമ്പോൾ മാത്രമേ മറ്റുള്ളവരും ആ ഒരു കാര്യം കണ്ടിട്ട് സ്വയം അവരും സെൽഫ് ലവ് ചെയ്യുവാനും സ്വയം അവർ മോട്ടിവേറ്റ് ആയിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം മാറി ചിന്തിക്കുവാനും അവർ ശ്രമിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങളുടെ ഓരോ വാക്കും മറ്റുള്ളവർക്ക് അവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ. നിങ്ങളുടെ പേഴ്സൺ വന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയും മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ. എൻ്റെ ശബ്ദവും എൻ്റെ സംസാരവും ഇത് കുറച്ച് കൂടുന്നത് ചില സമയത്ത് എനിക്ക് എനർജിയുടെ ആ ഒരു ഇത് വേരിയേഷൻ വരുന്നത് കൊണ്ടാണ് സൗണ്ട് ഇതിന് സ്പീഡായി പോകുന്നത്. മാത്രമല്ല എൻ്റെ സൗണ്ടും സംസാരവും ഇതുപോലെയൊക്കെ തന്നെയാണ്. ഒരുപാട് പേരും കുറ്റങ്ങളും പരാതികളും ഒക്കെ പറഞ്ഞ സൗണ്ട് തന്നെയാണ്. ആ സൗണ്ടിനെ ആർക്കും വേണ്ടാതെ കുറ്റങ്ങളൊക്കെ പറഞ്ഞിരുന്ന സൗണ്ടും സംസാരങ്ങളും ഇന്ന് ഈ ഒരു ചാനലിലും മറ്റൊരു ചാനലുമായിട്ട് ലക്ഷങ്ങളാണ് ആൾക്കാർ കേൾക്കുന്നത്. ഈ സൗണ്ട് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇത്രയും കുറ്റങ്ങളും കുറവുകളും ഉള്ള സൗണ്ട് ഇത്രയും ആൾക്കാരിൽ എത്തിക്കാനും അവർക്കൊരു പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കാനും എൻ്റെ സൗണ്ടിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് യൂണിവേഴ്സിനോട് ഞാൻ ഒരുപാട് നന്ദിയാണ് പറയുന്നത്. കാരണം ഇതുപോലും സംസാരിക്കാൻ ശേഷിയില്ലാത്ത എത്രയോ വ്യക്തികൾ ഈ ഭൂമിയിലുള്ളപ്പോൾ ഇങ്ങനെയെങ്കിലും എന്നെ സംസാരിക്കാൻ എനിക്ക് സാധിക്കുന്നതിൽ ഞാൻ നന്ദിയാണ് ദൈവത്തോട് പറയുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലും കൂടി സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് സഫലമാകട്ടെ. നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിയതിന് നന്ദി. താങ്ക് യു യൂണിവേഴ്സ്. ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, പോസിറ്റീവായിരിക്കുന്ന വ്യക്തികളിലേക്ക് തീർച്ചയായിട്ടും അവരുടെ പേഴ്സൺ അവരിലേക്ക് എത്തിയതിന് ഞാൻ നന്ദി പറയുന്നു യൂണിവേഴ്സ്. താങ്ക് യു. ഇത്രയും പോസിറ്റീവായിട്ടുള്ള കാർഡ് ഷഫിൾ ചെയ്ത് കിട്ടിയതിന് ഞാൻ നന്ദി പറയുന്നു യൂണിവേഴ്സ്. താങ്ക് യു. എൻ്റെ വാക്കുകളോ സ്പീഡോ മറ്റെന്തെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം എൻ്റെ ശീലമാണത്. അത് മാറ്റുക എന്നുള്ളത് അസംഭവ്യം. ഓക്കെ, താങ്ക് യു.